അരുണാചൽ പ്രദേശ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി വൻ വിജയം നേടിയതിനു ശേഷം വികസന അജണ്ടയിലും സദ്ഭരണത്തിലും വിശ്വാസമർപ്പിച്ച് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളെ അംഗീകരിക്കേണ്ടിടത്ത് അംഗീകരിക്കുകയും പ്രശംസിക്കേണ്ട സമയത്ത് പ്രശംസിക്കുകയും ശാസിക്കേണ്ടിടത്ത് ശാസന നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് മോദി. അതുകൊണ്ട് തന്നെ അടുത്തിടെ സമാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെയും അരുണാചൽ പ്രദേശിലെയും ജനങ്ങൾ നൽകിയ വൻ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നപ്പോൾ അരുണാചൽ പ്രദേശിൽ 245 ജില്ലാ പരിഷത്ത് അംഗ സീറ്റുകളിൽ 170 എണ്ണം ബി.ജെ.പി നേടി. സംസ്ഥാനത്ത് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം തെളിയിച്ചു. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നയിക്കുന്ന മഹായുതി സഖ്യം 215 മുനിസിപ്പൽ കൗൺസിലുകൾ നേടി. ബി.ജെ.പി 129 സീറ്റുകൾ നേടി. ഈ വിജയത്തിന് പാർട്ടിയുടെ വികസന അജണ്ടയും ബി.ജെ.പി പ്രവർത്തകരുടെ കഠിനാധ്വാനവും കാരണമായതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. വികസന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പോരാടിയത്. ജനങ്ങൾ ഞങ്ങളുടെ ദർശനത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. അരുണാചൽ പ്രദേശിൽ ബി.ജെ.പിയുടെ വിജയം വികസനത്തിനായുള്ള വൻ ജനവിധിയായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലും ബി.ജെ.പി നയിക്കുന്ന സർക്കാരിന്റെ വികസനാധിഷ്ഠിത ഭരണത്തിലും പൊതുജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് പാർട്ടിയുടെ വിജയമെന്ന് മുഖ്യമന്ത്രി പെമാ ഖണ്ഡു പ്രശംസിച്ചു. 245 ജില്ലാ പരിഷത്ത് അംഗ സീറ്റുകളിൽ 170 എണ്ണവും ബി.ജെ.പി നേടിയിട്ടുണ്ട്. പാർട്ടിയുടെ ശക്തമായ അടിത്തട്ടിലെ സാന്നിധ്യം അതിന്റെ വിജയത്തിൽ ഒരു പ്രധാന ഘടകമാണ്. 2 സംസ്ഥാനങ്ങളിലെയും ബി.ജെ.പിയുടെ വോട്ടർമാർക്കും പിന്തുണക്കാർക്കും നന്ദി അറിയിക്കാൻ പ്രധാനമന്ത്രി മോദി എക്സിലേക്ക് പോയി. എക്സിൽ മുഖ്യമന്ത്രി ഫഡ്നാവിസിന്റെ പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എഴുതി: മഹാരാഷ്ട്ര വികസനത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. മുനിസിപ്പൽ കൗൺസിൽ, നഗർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയെയും മഹായുതിയെയും അനുഗ്രഹിച്ചതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് നന്ദിയുണ്ട്. ജനകേന്ദ്രീകൃത വികസനം എന്ന ഞങ്ങളുടെ ദർശനത്തിലുള്ള വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ഓരോ പൗരന്റെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി നവോന്മേഷത്തോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അടിത്തട്ടിൽ കഠിനാധ്വാനം ചെയ്തതിന് ബി.ജെ.പിയെയും മഹായുതി കാര്യകർത്താക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ നല്ല ഭരണത്തിന്റെ രാഷ്ട്രീയത്തിന് അചഞ്ചലമായ പിന്തുണ നൽകുന്നു. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ബി.ജെ.പിയോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. സംസ്ഥാനത്തിന്റെ പരിവർത്തനത്തിനായി പ്രവർത്തിക്കുന്നത് തുടരാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. ജനങ്ങൾക്കിടയിൽ അക്ഷീണം പ്രവർത്തിച്ചതിന് ബി.ജെ.പി പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി നേടിയ വൻ വിജയങ്ങൾ ഇന്ത്യയിലുടനീളം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവാണ്. പാർട്ടിയുടെ വളരുന്ന അടിസ്ഥാനതല സാന്നിധ്യവും ആകർഷണീയതയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ ജനകേന്ദ്രീകൃത വികസനം എന്ന കാഴ്ചപ്പാട് വോട്ടർമാരിൽ പ്രതിധ്വനിച്ചതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി ഒരു പ്രബല ശക്തി എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.